PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോപ്പറേറ്റീവ് ഓഡിറ്റിംഗിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഡീൽസ് ഇൻ സെക്ഷൻ. ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഡീൽസ് ഇൻ സെക്ഷൻ. ഉത്തരം സെക്ഷൻ 63. 63ലാണ് DCAനെ കുറിച്ച് പറയുന്നത്. 63(1) DCAനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ആണെന്നും ജൂറിസ്ഡിക്ഷൻ ഹോൾ ഓഫ് ദ സ്റ്റേറ്റ് ആണെന്നും പറയുന്നത്. ശ്രദ്ധിക്കണം, പവേഴ്സ് ഓഫ് DCA പറയുന്നത് സെക്ഷൻ 64ലാണ്. The accounts of every society shall be audited within dash months of the close of financial year. The accounts of every society shall be audited within dash months of the close of financial year. ഉത്തരം 6 months. ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് 6 മാസത്തിനുള്ളിലാണ് ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം, It shall be the duty of DCA in consultation with the registrar to revise, amend or update audit manual in every dash years. It shall be the duty of DCA in consultation with the registrar to revise, amend or update audit manual in every dash years. ഉത്തരം 5 years. രജിസ്ട്രാറുമായി കൺസൾട്ട് ചെയ്ത് DCA 5 വർഷത്തിലൊരിക്കൽ ഓഡിറ്റ് മാനുവൽ റിവൈസ് ചെയ്യണം. ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഷാൽ ബി അണ്ടർ ദ കൺട്രോൾ ഓഫ് ഡാഷ്. Director of Cooperative Audit shall be under the control of dash. ഉത്തരം Registrar of Cooperative Societies. Director of Cooperative Audit അല്ലെങ്കിൽ DCAനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്, പക്ഷേ രജിസ്ട്രാറുടെ കൺട്രോളിലാണ്. The audit report of accounts of dash society shall be laid by the government before Legislative Assembly. The audit report of accounts of dash societies shall be laid by the government before Legislative Assembly. ഉത്തരം Apex Societies. Only one Apex Society exempted from audit fee is. Only one Apex Society exempted from audit fee is. ഉത്തരം SC/ST Federation. ഒരേ ഒരു അപ്പെക്സ് സൊസൈറ്റിയാണ് ഈ ഓഡിറ്റ് ഫീസിന് എക്സംഷൻ ഉള്ളത്, അത് SC/ST ഫെഡ് ആണ്. ദ ഓഡിറ്റർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷുഡ് സബ്മിറ്റ് ദ റിപ്പോർട്ട് ടു. ദ ഓഡിറ്റർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷുഡ് സബ്മിറ്റ് ദ റിപ്പോർട്ട് ടു DCA. ഓഡിറ്റ് റിപ്പോർട്ട് ഓഡിറ്റർ സമർപ്പിക്കേണ്ടത് DCAക്കാണ്. DCA ആണ് അതിനുശേഷം ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. Who shall appoint the auditor of a cooperative society? Who shall appoint the auditor of a cooperative society? ജനറൽ ബോഡി. പലർക്കും സംശയമുള്ളതാണ്. ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ജനറൽ ബോഡിയാണ്. അത് DCA പ്രിപ്പയർ ചെയ്യുന്ന ഒരു പാനലിൽ നിന്നാണ് സെലക്ട് ചെയ്യുന്നത്. ഇനി ജനറൽ ബോഡി ഈ പാനലിൽ നിന്ന് സെലക്ട് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടാൽ DCA തന്നെയാണ് ഈ ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. Who shall certify the net profit or net loss of a cooperative society? Who shall certify the net profit or net loss of a cooperative society? ഉത്തരം DCA. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നെറ്റ് പ്രോഫിറ്റും നെറ്റ് ലോസും സർട്ടിഫൈ ചെയ്യുന്നത് DCA ആണ്. The chief executive of a society shall prepare the financial statements and statutory statements within dash month from the close of financial year. The chief executive of a society shall prepare the financial statements and statutory statements within dash months from the close of financial year. ഉത്തരം 1 month. ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അതുപോലെ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം പ്രിപ്പയർ ചെയ്യണം. In which year Kerala government established the post of DCA? In which year Kerala government established the post of DCA? ഉത്തരം 2000. 2000 ജനുവരി 1 കേരളത്തിൽ ആദ്യമായി DCAനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ DCA ആണ് KG രാജു. നിലവിലത്തെ DCA ആരാണ്? ഷെറിൻ MS.
In which rule of KCS Act deals with the qualification of an auditor? In which rule of KCS Act deals with the qualification of an auditor? Rule 64 Sub-Rule A. Rule 64 എയിലാണ് ഓഡിറ്ററിൻ്റെ ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയുന്നത്. In which rule deals with the audit report? In which rule deals with the audit report? Rule 64 B. 64 എയിൽ ഓഡിറ്ററുടെ ക്വാളിഫിക്കേഷനും 64 ബിയിൽ ഓഡിറ്റ് റിപ്പോർട്ടിനെ കുറിച്ചുമാണ് പറയുന്നത്. ഓഡിറ്റ് മാനുവൽ ഷുഡ് ബി പ്രിപ്പയർഡ് ബൈ DCA. ഓഡിറ്റ് മാനുവൽ പ്രിപ്പയർ ചെയ്യുന്നത് DCA ആണ്. അത് രജിസ്ട്രാറുമായി കൺസൾട്ട് ചെയ്ത് 5 വർഷത്തിലൊരിക്കൽ റിവൈസ് ചെയ്യും. നമ്മൾ നേരത്തെ പഠിച്ചു. Audit fee of credit societies shall be calculated on the basis of working capital. ക്രെഡിറ്റ് സൊസൈറ്റീസിൻ്റെ ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ അടിസ്ഥാനത്തിലാണ്. പ്രൈമറി ഡ്യൂട്ടി ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റർ. ഉത്തരം വെരിഫിക്കേഷൻ ഓഫ് ക്യാഷ് ബാലൻസ്. കോപ്പറേറ്റീവ് ഓഡിറ്ററുടെ പ്രൈമറി ഡ്യൂട്ടി എന്താണെന്ന് ചോദിച്ചാൽ ഉത്തരം വെരിഫിക്കേഷൻ ഓഫ് ക്യാഷ് ബാലൻസ് ആണ്. പ്രൈമറി ഒബ്ജക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ അസർട്ടൈനിങ് ട്രൂ ഫിനാൻഷ്യൽ പൊസിഷൻ. പ്രൈമറി ഒബ്ജക്റ്റ് ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റർ ഈസ് അസർട്ടൈനിങ് ട്രൂ ഫിനാൻഷ്യൽ പൊസിഷൻ. ഡാഷ് ഓഡിറ്റ് ഈസ് എ പെക്യുലിയർ ഫീച്ചർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. ഡാഷ് ഓഡിറ്റ് ഈസ് എ പെക്യുലിയർ ഫീച്ചർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. ഉത്തരം ടെസ്റ്റ് ഓഡിറ്റ്. Dash is suitable in the case of homogeneous transactions. Dash is suitable in the case of homogeneous transactions. ഉത്തരം ടെസ്റ്റ് ചെക്കിംഗ്. ഹോമോജീനിയസ് ട്രാൻസാക്ഷൻസ്, ഒരേ സ്വഭാവമുള്ള ട്രാൻസാക്ഷൻ ചെക്ക് ചെയ്യുന്നതിന് ടെസ്റ്റ് ചെക്കിംഗ് ആണ് സ്യൂട്ടബിൾ മെത്തേഡ് എന്ന് പറയുന്നത്. The maximum audit fees payable by a society is rupees 1 lakh. 1 ലക്ഷം രൂപയാണ് ഓഡിറ്റ് ഫീസ് ഇനത്തിൽ കൊടുക്കേണ്ട മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത്. ഓഡിറ്റ് ബിഗിൻസ് വെയർ ഡാഷ് എൻഡ്സ്. ഉത്തരം അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് എൻഡ് ചെയ്യുമ്പോഴാണ് ഓഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു ദ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ ദ സൊസൈറ്റീസ് ആർ ക്ലാസിഫൈഡ് മെയിൻലി ഇൻറ്റു According to the audit classification, the societies are classified mainly into 4 types. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ. സൊസൈറ്റീസിനെ ABCD ഇങ്ങനെ 4 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഡയറി സൊസൈറ്റീസ് നീഡ് ടു പേ ഡാഷ് ഓഫ് റേറ്റ് ഓഫ് ഓഡിറ്റ് ഫീ ചാർജബിൾ. ഡയറി സൊസൈറ്റീസ് നീഡ് ടു പേ ഡാഷ് ഓഫ് റേറ്റ് ഓഫ് ഓഡിറ്റ് ഫീ ചാർജബിൾ. ഉത്തരം 50%. ഡയറി സൊസൈറ്റീസിനും കയർ സൊസൈറ്റീസിനും വനിതാ സൊസൈറ്റീസിനും 50% ഓഡിറ്റ് ഫീ എക്സംഷൻ ഉണ്ട്. ഓഡിറ്റേഴ്സ് പ്ലാൻ ഓഫ് ആക്ഷൻ ഈസ് നോൺ ആസ് ഉത്തരം ഓഡിറ്റ് പ്രോഗ്രാം. ഓഡിറ്റ് ഫീ ഷാൽ ബി പെയ്ഡ് വിത്തിൻ ഡാഷ് ഓഫ് റെസീറ്റ് ഓഫ് ദ ആനുവൽ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്. ഓഡിറ്റ് ഫീ ഷാൽ ബി പെയ്ഡ് വിത്തിൻ ഡാഷ് ഓഫ് റെസീറ്റ് ഓഫ് ദ ആനുവൽ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്. ഉത്തരം 1 month. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ ഓഡിറ്റ് ഫീ കൊടുത്തിരിക്കണം. ഓഡിറ്റിങ്ങിൽ നിന്നുള്ള കുറച്ച് റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.